ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ ഇന്ന് നമ്മുടെ കുണുക്കനെ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നാണ് കേട്ടോ സ്റ്റാർട്ടിങ്. ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഓരോ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് നമ്മുടെ മക്കളെ ഓരോന്ന് പഠിപ്പിക്കുന്നുണ്ട്. പ്രതീക്ഷകൾ എന്ന് വെച്ചാൽ വലിയ വലിയ പ്രതീക്ഷകളൊന്നും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവൻ്റെയും നമ്മുടെ എല്ലാവരും കൂടിയുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി പോയിട്ട് വെറ്റിലും അടയ്ക്കും പിന്നെ ഒരു 130 രൂപയുടെ കസവും കൊണ്ട് മേടിച്ചു കൊടുത്തിട്ട് ഇന്ന് ചെണ്ടോട്ടം പോലെ ഒരു ഐശ്വര്യമൊക്കെ ആയിക്കോട്ടെ വെച്ച് അവന് കുറേ നാളെ ഞാൻ മുണ്ടൊക്കെ എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ചെറുതായിട്ടാണ്. അപ്പോൾ മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ട് രാവിലെ 7 മണി 6:45 ഞങ്ങൾക്ക് എത്തണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4:30 എനിക്ക് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അമ്പലം കക്കാട് അമ്പലത്തിൻ്റെ മുന്നിൽ ഒപ്പം അമ്പലത്തിൻ്റെ ഒരുമിച്ചാണ് ആ വീടും കൂടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വീട്ടിലെ ആശാനാണ് കേട്ടോ നമ്മുടെ മോനെ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വേണം വന്ന് നിൽക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശ. അപ്പോൾ ഞാനും കുണുക്കിയൊക്കെ തൊഴുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്നോട് കുളിച്ച് തന്നിട്ട് എന്നോട് ഡ്രസ്സ് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം കുളിച്ചവർ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി വേഗം വന്നിട്ട് ഓരോരുത്തർ വേഗം കാര്യങ്ങൾ നോക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പിന്നാണ് മനസ്സൊരുക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിനോട് പറയാണ്ടോ. നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ദൈവത്തിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാൾക്കും കുരയൊക്കെ തൊട്ടുകൊടുത്ത് എനിക്ക് ഇഷ്ടമായിട്ട് എൻ്റെ കുണുക്കമ്മോന് ഗോപിക്കുരു തൊടുന്നതാണ് ഇഷ്ടമായിട്ട്. അപ്പോൾ അവന് ഗോപിക്കുരൊക്കെ തൊട്ടുകൊടുത്തു. പിന്നെ നമ്മുടെ കുണിക്കുമ്പോൾക്കും കുറിയൊക്കെ തൊട്ട് കൊടുത്തു. ഞാനും കുറി തൊട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോഴേക്കും അന്നേട്ടൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേട്ടൻ വരാറായിച്ച് ഞാൻ ഇപ്പം വരാൻ ഉണ്ടിയെന്ന് പറഞ്ഞു. അപ്പം ശരി ഞാനായിട്ട് വരുമ്പോൾ ഈ കുറി തൊട്ട് കൊടുക്കുന്ന ഒരു അവകാശം ഉണ്ടല്ലോ, അത് എൻ്റെ ഏട്ടാ. അത് അമ്പലത്തിലേക്ക് വരെ എവിടെ പോയാലും ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത ഇന്ന് കൊടുക്കാൻ ഇന്നെന്താ പ്രത്യേകത പറഞ്ഞോട്ട് കുട്ടി ചെണ്ട കൊട്ടാൻ പഠിക്കാൻ പോകാനായിട്ടാ. അപ്പം എല്ലാവരും അനുഗ്രഹം പ്രാർത്ഥനയും സപ്പോർട്ടും വേണട്ടെ. എൻ്റെ മോനത് എന്തായാലും പഠിച്ച് നല്ലൊരു ഇതാവട്ടെ. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മുടെ മക്കളുടെ മേലാണ് സാധിക്കാല്ലേ. അപ്പം എനിക്കോട്ടല്ല എനിക്ക് എൻ്റെ മോൻ ചെണ്ട കൊട്ടുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ അച്ഛൻ ഭയങ്കര ഹരത്തിലാണ്. ഇവിടെ ജയറാമൊക്കെ ഇങ്ങനെ കൊട്ടുന്ന പോലെ അതുപോലെ അല്ലേ ചേട്ടാ? ഇതാണ്. അപ്പം ഇന്നലെ ആയിരുന്നു അമ്മയുടെ 41 കാര്യങ്ങളും. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെണ്ട കൊട്ടാൻ പഠിക്കാൻ പോകാനല്ലേ കൊടുക്കാ. ഇവിടെ കക്കാട് അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. കക്കാട് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. അവിടെയാണ് പഠിക്കുന്നത്. കുണിക്ക് എന്തെങ്കിലും പഠിക്കുന്നോ? അച്ഛനും മക്കൾക്ക് കുറി തൊട്ട് കൊടുക്കുന്നത് എൻ്റെ അവകാശമാണ്. അത് ഞാൻ വിട്ടു കൊടുക്കാറില്ല കേട്ടോ. പക്ഷെ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ അവരിങ്ങനെ പരന്ന് നടന്ന് പൂട്ടുക. അല്ലെങ്കിൽ എൻ്റെ കൂടെ അച്ഛനും മക്കളും ഞങ്ങൾ മാത്രമാണെങ്കിൽ ഞാനാണ് കുറി മേടിക്കുക. ഞാൻ തന്നെ എല്ലാവർക്കും തൊട്ട് കൊടുക്കും കേട്ടോ. അത് എനിക്കൊരു സന്തോഷമാണ്. അങ്ങനെ എന്നേടെ പൂജിച്ച ഒരു നെയ്യാണ് കേട്ടോ. നെയ്യ് എല്ലാവരുടെ കൂടെ എല്ലാവരുടെ സിരിസിൽ പറ്റിയിട്ട് അതിനൊന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ഓരോ പ്രാർത്ഥനയോടെ ഓരോ വിശ്വാസങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കക്കാട് അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിലേക്ക് തൊഴാൻ പോകട്ടെ വേഗം പോകാൻ എന്ന് വെച്ചാൽ 6:45 എത്തണം. അങ്ങനെ ഞങ്ങൾ 6:45 ആശാൻ ഇതാണ് കേട്ടോ അപ്പോൾ കൊട്ടുപടിപ്പിന് ആശാൻ. അപ്പോൾ ഒത്തിരി കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടികൾ പുതിയതായിട്ട് ചേരുന്ന കുട്ടികളാണ് കേട്ടോ. അങ്ങനെ ഓരോ ബാച്ചായിട്ട് ഒരുപാട് പിള്ളേരോടും കാര്യങ്ങളും ഒക്കെ ആശാൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ കക്കാട് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മൾ ഈ ആശാൻ്റെ ഇത് വരുന്നത്. അങ്ങനെ നമ്മൾ ഈ കൊടുക്കുമ്പോൾ ദക്ഷിണയൊക്കെ കൊടുത്ത് ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ച് ആശാൻ്റെ നിന്ന് ചെണ്ടക്കോല് മേടിക്കാണ് കേട്ടോ. അതിൽ കൊട്ട് പഠിപ്പിക്കുന്ന കോലാണ് കേട്ടോ അത്. അപ്പോൾ അത് നമസ്കരിക്കുകയാണ് കേട്ടോ കൊടുക്കൻ. അങ്ങനെ നമസ്കരിച്ചു. ആശയെ അനുഗ്രഹിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതിനാവാൻ വേണ്ടി ദൈവത്തിനോട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം കേട്ടോ. മാതാപിതാക്കളുടെ ദൈവം ഞാനൊരു അനുഗ്രഹമാണ് നമുക്ക് മുന്നോട്ട് മുമ്പോട്ട് പോകാനുള്ള കഴിവ്. അറിയാലോ? കേൾക്കുന്നുണ്ടോ? ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് തൊട്ടറിയില്ല. ഗണപതി കൈ കൊട്ടിയിട്ട് വേണം ആദ്യത്തെ സ്റ്റെപ്പ് കിടക്കാം. അതെന്നും ചെയ്യുന്നതാണ്. ഇവിടെ ഗണപതി കൈ പറയാം.
അങ്ങനെ ഞാൻ സത്യം കക്കാട് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാറുണ്ട്. ആ ഒരു ഉപ്മാവ് ഉണ്ടാവും. പക്ഷെ അന്ന് എന്താണെന്ന് അറിയില്ല, അന്ന് ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വേഗം വന്നിട്ട് ഞങ്ങൾ ഉടുപ്പ് റെസ്റ്റോറൻറ്റ് പോയിട്ട് ഒരു സെറ്റ് ഇഡ്ഡലിയും ദോശയും കഴിച്ചിട്ട് വന്നിട്ടാണ്. വന്ന ശേഷം ഇതേ അടുക്കളയിലെ പണികൾ കയറിയിട്ട് അരി അടപ്പത്തിടുക, അത് നമ്മുടേതായ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊന്നിനോട് പറഞ്ഞു, പൊന്നു അമ്മ ഭക്ഷണം വയ്ക്കണം, നിനക്ക് നീ വയ്ക്കാൻ നിൽക്കണ്ടാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം കൊടുക്കേണ്ട ഫുഡാണ് വെക്കുന്നുണ്ടാ. അപ്പോൾ ഇത് വെക്കണമായിരിക്കും എനിക്കറിയില്ലായിരുന്നു നമ്മുടെ കുഞ്ഞ് വരുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ ഒക്കെ കുറച്ച് കൂടുതൽ വെച്ചതിന് ഞാൻ കുറേശ്ശെ വെച്ചുള്ളൂ. അങ്ങനെ അരി അടപ്പത്തിട്ടതിന് ശേഷം നമ്മൾ പച്ചപ്പയർ എനിക്കിഷ്ടമാണ് പച്ചപ്പയർ ഉപ്പിൽ വെച്ച ഭയങ്കര. പിന്നെ ഞാൻ ഈ ഡയറ്റിങ്ങും കാര്യങ്ങളും തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ഈ പയറുകൊണ്ട് ഓരോ തരം ഉപ്പേരികൾ വയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതാണ് കുറച്ച് കൂടുതൽ ചപ്പാത്തിക്കായാലും പുട്ടലിക്കായാലും എല്ലാത്തിനോടും യോജിച്ച് പോട്ടെ ഈ ചെറുപ്പയറിൻ്റെ ഉപ്പേരി. അപ്പോൾ അതാട്ടെ ഞാൻ കൂടുതലും ഈ ഡയറ്റിങ് കാര്യങ്ങളാകുമ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ഭക്ഷണം നിർത്തി കഴിഞ്ഞാൽ ഈ ചൂട് കാലാകുമ്പോൾ നമുക്ക് തളർച്ച ക്ഷീണം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടാത്തൊക്കെ നമ്മൾ ആവുന്നത് ഒഴിവാക്കുകയാണ്. അങ്ങനെ അരക്കില മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു മീൻ മേടിച്ചു. അപ്പോൾ അത് നന്നാക്കി പിന്നെ ചട്ടിയിലേക്ക് ഞാൻ ചുവന്നുള്ളി ഇഞ്ചി ചതച്ചിട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടു, കറിവേപ്പില ഇട്ടു, ഉപ്പിട്ടു, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇനി നന്നായി കൈകൊണ്ട് തിരുമ്മിയതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കാണ് അന്വേട്ട് എന്തോ പറഞ്ഞപ്പോട്ടെ വായ പൊളിച്ച് നിന്നിട്ട് നോക്കിയേക്കുന്നത്. അങ്ങനെ നമുക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ മാങ്ങയോ കാര്യങ്ങളൊന്നും ഇല്ല മീൻകറിലേക്ക് ഇടട്ടെ. കുടംപുളിയൊക്കെ ഇനി പുതിയ നല്ലത് മേടിക്കണം. എന്നാണ് മേടിച്ച കുടംപുളി ചൂര്. അപ്പോൾ ഇനി പുതിയ കുടംപുളിയൊക്കെ മേടിക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് നാളികേരം അതിനായിട്ട് പൊതിച്ച് കൊടുത്തു തന്നു. അപ്പോൾ അത് ഞാൻ ഉടക്കിയിട്ട് അപ്പോൾ ഉപ്പേരിക്ക് വേണം. പിന്നെ ഞാൻ കുറച്ച് മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ വെച്ചു. അപ്പോൾ ആ ഒരു നാളികേരം കേടാന്നിട്ട് അതിനോട് ഞാൻ കേടാണോ നോക്കിയതൊക്കെ. അപ്പോൾ നല്ല കരശൂരുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മളിത് നാളികേരം ഉടച്ചൊക്കെ കൊടുത്ത് ഇനി നാളികേരം ചെരിക്കാൻ പോട്ടെ. അപ്പോൾ ഞാൻ ആ ചീഞ്ചട്ടിരിക്കുകയാണ് കേട്ടോ ചെരിക്കുന്നത്. എങ്ങനെ ചെരിക്കാനും കുറേ നാളികേരം താഴ്ത്തു പോയിട്ട് ഇങ്ങനെ ചെരിക്കുമ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഈ സൈഡ് കൂടെ ഇങ്ങനെ ഞെരങ്ങി വന്നിട്ട് കുറച്ചൊക്കെ താഴ്ത്തി ഒന്ന് കളയാണ്ട് ഞാൻ ചെരിക്കും കേട്ടോ. അങ്ങനെ എനിക്ക് അധികം നേരം ഇങ്ങനെ നാളികേരം ചെരിയാൻ നിൽക്കണമെന്ന് ബുദ്ധിമുട്ടാണ്. സത്യം ഇന്നും അന്വേട്ടാണ് ചെരിക്കാറ്. അന്വേട്ട് ഇന്ന് അടിച്ചുടയ്ക്കാൻ പോയിട്ട് വീട് ഇന്ന് രാവിലെ വീട്ടിലാത്താൻ. അപ്പോൾ രാവിലെ അടിച്ചുടയ്ക്കാനായിട്ട് പോയി. അപ്പോൾ ഉച്ചത്തെ പരിപാടിയോട് ഞാൻ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഒരു മുറി നാളികേരം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളകും പൊടി ഇട്ട് നല്ല ഫൈൻ നല്ല ചാന്ത് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലും ഉപ്പും വെളിച്ചെണ്ണ കൂടിയിട്ട് ഇത് നന്നായി തിരുമ്പി അതിലേക്ക് അരപ്പൊഴിച്ചു. തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മീൻ ഉടഞ്ഞു പാണ്ടിക്കാൻ വേണ്ടിയിട്ട് തിളയ്ക്കുന്നതോട് കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെറുപയർ ഉപ്പിട്ട് വേവിച്ചിട്ട് അതിലേക്ക് ഒരു പിടി നാളികേരം, 4 ചുവന്നുള്ളി, 3-4 വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, നുള്ളു മുളക് പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ച് വന്നു. അപ്പോഴേക്കും നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു. കറിവേപ്പില വറ്റൽമുളക് ഇട്ടു. ഇനി നമ്മൾ ആ പയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തതിനോട് കൂടിയിട്ട് നമ്മൾ അരപ്പില്ലേ ചതച്ചെടുത്ത നാളികേരം അതിട്ട് കൊടുത്തിട്ട് ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട. നല്ലൊരു അച്ചാറും ഉണക്കലും വറുത്തതും ഈ ഒരു ഉപ്പേരുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് ചോറിന്. ഇതിനാണ് മുളക് പൊടിയുടെ എരിവും പച്ചമുളകിൻ്റെ എരിവും ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റും കറിവേപ്പില എല്ലാം ചതച്ചിട്ടതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു ഉപ്പേരിക്ക് ഉണ്ട് കേട്ടോ. അപ്പോഴേക്ക് അന്വേട്ടനോട് ഞാൻ ഈ കാര്യം ഒന്ന് ടേസ്റ്റ് ചെയ്യുമെന്ന് വെച്ചിട്ട് അന്വേട്ടനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എന്തുണ്ടാക്കിയാലും അന്വേട്ടൻ വന്ന് ടേസ്റ്റ് ചെയ്താൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വയ്ക്കുന്നത് വേറെ ഒന്നുമല്ല. എൻ്റെ കൈ അടുക്കളയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കഴുകി ക്ലീൻ ആയിരിക്കും. അന്വേട്ടൻ അപ്പോൾ അതേ അകമ്പേരെ അടിച്ച് വരുന്നതാണ്. അപ്പോൾ ചൂനും കനിയും എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുന്നതല്ല. അപ്പോൾ കൈ നീറ്റല്ല. അപ്പോൾ കൈ കഴുകി വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ ഞാൻ കൈ വെച്ച് നോക്കുന്നത്. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ തളിച്ച് ഒന്ന് വറ്റി വരുന്നതോടുകൂടി തീ ഓഫ് ചെയ്തിട്ടായിട്ട് തീയുണ്ട്. ഇതിലൊരു തക്കാളി ജസ്റ്റ് ഇങ്ങനെ ഒന്ന്
അരിഞ്ഞിട്ട് ഓരോ നേരത്തേക്ക് ഓരോ തോന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ഞാൻ ആ ചോറിലേക്ക് കുഴച്ചേക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണയിൽ 3-4 ചുവന്നുള്ളി കറിവേപ്പില താളിച്ച് കൂട്ടുമ്പോൾ നമ്മുടെ മീൻകറി കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി. എന്തോ ഒരു എളുപ്പത്തിലാണ് നമ്മൾ മീൻകറിയുടെയൊക്കെ. കുറേ ആൾക്കാർ പറഞ്ഞൊക്കെ ഞാൻ മീൻകറിയുടെയൊക്കെ ശരിയാവില്ല ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. പിന്നെ നമ്മുടെ മാവും വന്ന് ഒരു 6 മാങ്ങ ഇട്ടിട്ട് ഇന്നലെ രാത്രിത്തെ മഴയത്ത് വേണം വാങ്ങി. അപ്പോൾ അത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും പഞ്ചസാരയും ഇട്ട് നന്നായി അങ്ങനെ തിരുമ്പി ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് വെച്ചിക്കാട്ടോ. വേവിക്കുമ്പോൾ ആയിരിക്കും അരപ്പുണ്ടാക്കാൻ വീണ്ടും നാളികേരം ചെരിക്കണം. അപ്പോൾ 3-ാമത്തെ ട്രിപ്പ് ആ നാളികേരം ചെരിക്കണം. ഉപ്പേരിക്ക് മീൻകറിക്ക് ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരിക്ക് ഇട്ടാൽ. പിന്നെ ഞാൻ വേറെ വെളുത്തുള്ളി കുരുമുളകും ഒന്നും ഇടില്ല കേട്ടത്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 3-4-5 പച്ചമുളകും നാളികേരം തൈര് കൂട്ടിയിട്ടാണ് പണ്ട് അരച്ചത്. ഇപ്പോൾ തൈരിലപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അരക്കണം കേട്ടോ. നന്നായി അരച്ച് അതും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി സെറ്റ് കിട്ടാം. നമ്മുടെ മാവുമ്മ ഉണ്ടായ നമ്മുടെ കുഞ്ഞ് നട്ട് വന്ന മാവുമ്മ ഉണ്ടായ മൂവാണ്ടൻ മാങ്ങ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കട്ടെ. ഈ വർഷത്തെ നമ്മുടെ മാമ്പഴത്തിൻ്റെ ആദ്യത്തെ മാമ്പഴ പുളിശ്ശേരി കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വെക്കൽ കഴിഞ്ഞു കേട്ടോ. കുഞ്ഞിനാണ് ഇതിൻ്റെ ഏറ്റവും കുഞ്ഞിനും ഷെബിക്കാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ അമ്മോട് ഞാൻ കൂടുതൽ വാശി പിടിച്ച് ഇത് ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ ഇത് പല തരത്തിലും ആൾക്കാരുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പല രീതികളിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എന്തോ അധികം ഇഷ്ടമായില്ല. അത് നമ്മൾ കുട്ടിക്കാലം ചൊട്ടയിൽ ശീലിച്ചോടല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ കുട്ടിക്കാലം തൊട്ട് ശീലിച്ച ആ ഒരു ടേസ്റ്റ്. അതിൽ തന്നെ ഞാൻ മാറ്റം വരുത്തി. എന്താ വെച്ചാൽ എൻ്റെ അമ്മ വെള്ളരിക്ക ഇടും കേട്ടോ മാമ്പഴ പുളിശ്ശേരിയിൽ. ഞാനത് ഇടുന്നില്ല. എന്താ വെച്ചാൽ അതൊക്കെ ഇട്ടാൽ ഞാൻ വേസ്റ്റ് ആരും കഴിക്കില്ല. ഈ മാമ്പഴത്തുമേ തന്നെയായിരിക്കും എല്ലാവരും ശ്രദ്ധ. അപ്പോൾ പിന്നെ അതിട്ടിട്ട് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ വെച്ചിട്ട്. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ കാര്യം മാമ്പഴ പുളിശ്ശേരിക്ക് കാളനൊക്കെ ഓണം വിഷൊക്കെ വരുമ്പോൾ ഞാനാണ് അമ്മയും അരച്ചു കൊടുക്കട്ടെ. അപ്പം എൻ്റെ അമ്മ പറഞ്ഞ വാക്കുണ്ട് ചാന്ത് പോലെ അറിയണം. അപ്പോൾ ഈ ഒരു കറിക്ക് മെയിനായിട്ട് നല്ല ചാന്ത് പോലെ അറിയണം കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് കട്ടിയായിട്ട് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമായിട്ട് കുറച്ച് ലൂസായിട്ട് നമ്മളിപ്പോൾ നമ്മൾ വിഷുവിൻ്റെ സദ്യക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് കുഴപ്പമില്ല. നമ്മൾ ഡെയിലി യൂസിനൊക്കെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസാക്കി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് നല്ല മത്തി വറുത്തതും മാമ്പഴ പുളിശ്ശേരി ഭയങ്കര രസമാണ്. രണ്ടും മത്തി വന്നിട്ട് നല്ല നാടൻ മത്തി ആണെങ്കിൽ നെയ് മത്തിക്കാണെങ്കിൽ അത് ടേസ്റ്റാണ്. എന്ത് മീനായാലും മാമ്പഴ പുളിശ്ശേരി മീൻ വറുത്തതും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞ മാമ്പഴം കൊണ്ടാണ് ശരിക്കും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. പക്ഷേ കുഞ്ഞ മാമ്പഴം കുറേ എണ്ണം കഴിക്കണം ഇരുന്നിരുന്നു. എനിക്ക് ഈ മൂവാണ്ട മാങ്ങ കൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ മാങ്ങയായിരിക്കും, നല്ല ഞാനായിരിക്കും. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നാര് കൂടുതൽ വേണം, എന്നാലും നമുക്കിങ്ങനെ ചപ്പി കഴിക്കാൻ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കുറേ ആൾക്കാർക്ക് നെയ്യിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരുണ്ട്. ചിലർ വെളുത്തുള്ളി ഇടും, ചിലർ കുരുമുളക് ഇടും. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്ക് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരി കേട്ടോ. അതുകൊണ്ട് മാമ്പഴം കളഞ്ഞ് ശർക്കര ഇടുന്നവർക്ക് ശർക്കര ഇടയ്ക്ക് ശർക്കരയ്ക്ക് ഒരു കൊഴുപ്പ് കൂടുതലാണ്. ഓൾറെഡി മാമ്പഴത്തിനും നാളികേരും ഒക്കെ കൊഴുപ്പല്ല. അപ്പോൾ അത്ര കൊഴുപ്പ് ഒരു മകണ്ട. അപ്പോൾ എനിക്ക് പഞ്ചസാര ഇടുന്നത് ഇഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റിലാണ് ഉണ്ടാകുന്നത്. മാമ്പഴം ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് ഇട്ടു, കറിവേപ്പില, പഞ്ചസാര ഇട്ട് തിരുമ്പി വെള്ളം ഒഴിച്ച് നല്ലോണം മൂവാണ്ടനായിക്കാൻ നല്ല മാതിരി വേവണം കേട്ടോ. അപ്പോൾ നല്ല വെന്ത് കിട്ടിയ മാമ്പഴ പുളിശ്ശേരിക്ക് അരപ്പിൽ വേറെ ഒന്നുമില്ല. നാളികേരും പച്ചമുളകും നല്ല ജീരകം മാത്രം അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പ് ഒഴിച്ചാൽ തിളച്ച് വരുമ്പോൾ നല്ല പുളി കുറഞ്ഞ് നല്ല കട്ട തൈരും അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി സെറ്റാണ്. പിന്നെ കാച്ചുക, നമ്മളെല്ലാവരും കാച്ചുന്ന പോലെ. ഞാൻ കാച്ചിനതിൽ ഉള്ളിയൊന്നും ഇടാറില്ല കേട്ടോ. കടുക്, വറ്റൽമുളക്, ഉലുവ, കറിവേപ്പില ഇത് മാത്രം ഇട്ടിട്ടാണ് ഞാൻ കാച്ചി കൊട്ടാറ്. അതൊക്കെ ഈ മാമ്പഴ പുളിശ്ശേരിക്ക് നെയ്യിൻ്റെ സ്മെല്ല് അധികം ഇഷ്ടമില്ലാത്തതാണ്. ഞാൻ നെയ്യ് യൂസ് ചെയ്യാറില്ല. നാടൻ നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ കൂടുതലും ഇത് കാച്ചി കൊട്ടാറ്. അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ളവരൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ, ഭയങ്കര ടേസ്റ്റ്. ഇതിങ്ങനെ ആ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. മധുരം ഉണ്ട് നോക്കട്ടെ. പിന്നെ ഞാൻ പച്ചമുളക് കുറച്ച് കൂടുതലിട്ട്, എന്താ വെച്ചാൽ എനിക്ക് മാമ്പഴ പുളിശ്ശേരി നമ്മൾ ചോറ് കൂട്ടി കഴിക്കുമ്പോൾ എരിവും പുളിയും ഉപ്പും മധുരം എല്ലാം നല്ല നിലയ്ക്ക് നിന്നാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. എരി കുറവായിട്ട് മധുരം മാത്രമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മട്ടിപ്പ് വരും കറിക്ക്. ഈ കറി മാത്രം കൂട്ടി കഴിക്കണമെന്നാണെങ്കിൽ നമുക്ക് വേറെ കറികളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ കറി മാത്രം കഴിക്കുമ്പോൾ കുറച്ച് എരി ഉണക്കണുണ്ടാക്കും. ഞാൻ മുളകും പൊടി യൂസ് ചെയ്തിട്ടില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ മാമ്പഴമൊക്കെ ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ട്. നല്ല മഴയത്ത് വീണ ഒരു മാമ്പഴം കേട്ടോ. അവരൊക്കെ 6 എണ്ണം വീഴുന്നുണ്ട്. അപ്പോൾ 6 എണ്ണം എടുത്തിട്ടും നമ്മൾ പുളിശ്ശേരി വയ്ക്കാൻ വെച്ചു. ഇനിയിപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ ഇത് വെപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആർക്കും ഒരാൾക്കായിട്ട്
രണ്ടാൾക്കാരുടെ കുണുക്കമാന് ഭയങ്കര ഇഷ്ടാട്ടോ. പിന്നെ അച്ഛനും കുഞ്ഞിനും വന്നാൽ വെച്ച് കൊടുക്കും. അച്ഛനും കുഞ്ഞിനും ഇഷ്ടം, രണ്ടാൾക്കും ഇഷ്ടം. അച്ഛനും ഇഷ്ടം. നമ്മളെ മാമ്പഴം ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മൂവാണ്ടനായി കിടന്നുകൂടിയൊക്കെ ഒന്ന് നന്നായി വേവണം. അതൊന്നും ഇങ്ങനെ ആയാലും നമുക്ക് ചപ്പി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇറക്കി വയ്ക്കും. അപ്പോൾ മനസ്സിലായി ഇങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഏകദേശം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ. വിഷുവൊക്കെ അവിടേക്കാണ് മുന്നേ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വിഷുവിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കാമല്ലോ. നല്ല ടേസ്റ്റ് കേട്ടോ. മീൻ വറുത്തതൊക്കെ കൂട്ടി ചോറുണ്ണാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളൊരു അരപ്പൊക്കെ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കി വെച്ചു. പിന്നെ കുറച്ച് തൈര് അടിച്ച് കൊടുന്ന് ഒഴിച്ചിട്ടു. അപ്പോൾ കുറച്ചും കൂടി കട്ട് ചെയ്യേണ്ടപ്പോൾ കുറച്ചും കൂടി തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ പുളി കുറഞ്ഞ തൈരായിട്ട് അടിച്ച് കൊടുന്ന് ഒഴിച്ചു. പിന്നെ തീ ഓഫ് ചെയ്തു. ഒരുപാട് വെട്ടി തിളപ്പിക്കരുത്. നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിയുടെ ഭംഗിയെ പൂട്ടാം. പിന്നെ കടുക് ഉലുവി മറ്റമ്പഴം കറിവേപ്പിലയും പൊട്ടിച്ച് കാച്ചി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയായി. പിന്നെ കുറച്ച് മാമ്പഴം ചെത്തിയിട്ട് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പിള്ളേർക്ക് ജ്യൂസ് അടിച്ചു കൊടുത്തു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മാമ്പഴം ഉണ്ടായതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ജ്യൂസ് അടിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ക്ലാസ് നക്കാൻ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. അങ്ങനെ നമ്മളിതേ മീൻ ഇനി ഞങ്ങൾക്കൊരു കുട്ടി മേടിച്ചു തന്നതായിട്ട് ചാവക്കാട് ഫ്രഷ് ആയിട്ടുള്ള അയക്കൂറ. സത്യം പറഞ്ഞാൽ ഇതിന് നല്ല വിലയൊക്കെയാണ്. ഞങ്ങൾ മേടിക്കാറില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ മേടിച്ചു തന്ന കാരണം ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടാണ്. അല്ല അയക്കൂറക്കൊക്കെ ഭയങ്കര വില. നമ്മൾ ആഗ്രഹിക്കാണ്ട് നമുക്ക് അതിന് ഒരാൾ മേടിച്ചു തന്നു കേട്ടോ. അങ്ങനെ ഇതേ പണിയോട് കഴിഞ്ഞതിന് ശേഷം അടുക്കള ക്ലീനിങ് കഴിഞ്ഞ് നമുക്ക് ചോറുണ്ടാൻ വേണ്ടി കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചോറിനത് വേറെ ഒന്നല്ല. ഞങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് പുറത്തേക്ക് പോകണമെന്നിട്ട് പൊന്നു വിളിച്ചു. ഞങ്ങൾക്ക് എന്തായാലും തൃശ്ശൂർ പോകണം, കുണുക്കനോട് ഓട്ടാണെങ്കിൽ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പോകാൻ കുറച്ച് ഒരു കാര്യം ഉണ്ടെന്ന്. അപ്പോൾ പൊന്നു പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം ചോറെടുത്ത് വന്നത് സിറ്റിലൂടെ ഇരുന്നത്. അല്ലെങ്കിൽ ചൂട് നല്ല ചോറ് നല്ല ചാലകന്നു നല്ല ചൂടുള്ള ചോറാട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറ് ഒരു 3-4 ടീസ്പൂൺ ചോറ്, കുറച്ച് ചെറുപ്പയർ ഉപ്പേരി, കുറച്ച് ഒരു കഷ്ണം മീൻ കറി വെച്ചതും. പിന്നെ ഈ മീൻ നമ്മുടെ ഇത് വറുത്തതല്ല കേട്ടോ, എന്താ പറയുക എയർ ഫ്രൈഡിൽ ഇട്ടിട്ട് ചുട്ടെടുത്താണ്. വലിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല, ഇത് നോക്കിയിട്ടില്ല. വിശന്നിട്ട് പിന്നെ ഇതിൽ ഈ നാരങ്ങയിൽ വേറെ ഒന്നുമില്ല, ഉപ്പും നാരങ്ങ മാത്രം കേട്ടോ. പക്ഷെ അതൊരു വായിക്കൊരു രുചിക്ക് വേണ്ടിയിട്ടേക്ക് സത്യം പറഞ്ഞാൽ ഒരു ഉരുള ചോറുള്ളൂ, വേണ്ട ഒറ്റ ഉരുള. ഈ മീൻ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല മീനല്ലേ, ഇത് വറുത്ത മീനാണ്. ഇത് വറുത്തതുള്ളത് എനിക്കും പൊന്നിന് ഷേപ്പിക്ക് മാത്രമേ എയർ ഫ്രൈഡിൽ വെച്ചിട്ടുള്ളൂ. ഒന്നിനും കുഴപ്പമില്ലല്ലോ. ഈ മീൻ കറിയും ചാവക്കാരത്തെ മീന ഇത് പേര് നല്ല രസമുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഞാനേട്ടാ അങ്ങനെ നാരങ്ങ കഷ്ണം ഇങ്ങനെ വെക്കുക. ഇവരെ നോക്കണ്ട, ഇവര് കഴിച്ചു കഴിഞ്ഞത് അവർക്ക് ഞാൻ വിട്ടു കൊടുത്തു. ഇനി രസം ഇനി പോവാൻ നമ്മള് ഇനി ഇരണ്ടാ ചക്കമ്മ പറഞ്ഞ് ചക്കമ്മ ഉപ്പേര് അമ്മന് പൊന്നല്ലേ, നമ്മളെ പൊന്നിന് ഉപ്പേര് ഇഷ്ടാണ്. അമ്മയുടെ പൊന്നു വാതിലടച്ചടാ. അമ്മയുടെ പൊന്നിന് ചീത്താട്ടല് കുറച്ച് വെച്ചിട്ട് മീൻ ചാറിലല്ലേ അതിന് വേണ്ടല്ലേ ഉണ്ടാ. മീൻ ചാറിക്ക് നല്ല രസമുണ്ടല്ലേ. എന്താ പിന്നെ ഇതൊരു പേര് വന്നില്ല. മീൻ്റെ ചാറ് ഉപ്പേരാണോ നമുക്ക്? ഉപ്പേരാണോ? നാരങ്ങ വെറുതെ ഉപ്പിട്ട് വയ്ക്കാൻ എന്ത് രസമാണ് ചോറിലേക്ക്. നാരങ്ങ കഴിഞ്ഞു പറഞ്ഞപ്പോഴേക്ക് വിഷമായിരുന്നു.
വീഡിയോ കാണുന്ന ആരിന്റെ വീട്ടിലുണ്ട് അങ്ങനത്തെ നാരങ്ങ അത് കൊറിയർ ചെയ്യോ നാരങ്ങ തരാലോ. ഞാൻ അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ നമ്മിങ്ങനെ ചോറ് കൊണ്ടുമ്പോ ഒരു ഉപ്പേരും അച്ചാറുണ്ടെങ്കിൽ ചോറ് എന്റെ നാരങ്ങ കുരിച്ച് തിന്നു ഞാൻ തിന്നോടെ നിങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഷെബി ബാബു എപ്പോഴാ തിന്നില്ലല്ലോ. ഇനിയൊന്നുമില്ലേ കഴിയുമ്പോ ഒരു വിഷമം മാത്രം. ആ നാരങ്ങ എടുത്തോണ്ടാ പറഞ്ഞ ഞാൻ കുപ്പി വിളിച്ച് താഴത്തോട് പൊട്ടിക്കും. പൊട്ടിക്കോ പൊട്ടിച്ചുണ്ടോ പൊട്ടി ഞാൻ അതിന് മേലെ അമ്മേനെ കൊഞ്ചേട്ടാ പഴം അല്ലാണ്ട് ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ കുഞ്ഞെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഞങ്ങൾ തൃശ്ശൂരൊക്കെ പോയി വന്നതാണ് കേട്ടോ. കുഞ്ഞുക്കനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് തൃശ്ശൂർ പോയിക്കുന്നത്. പൊന്നുവിനെ പിന്നെ തൃശ്ശൂർ പോകേണ്ട ഒരു കാര്യം സെറ്റ് മുണ്ട് എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുണുക്കനെ ഡോക്ടറെ കാണിച്ചു. ഞാൻ പഴുപ്പ് കൂടി ചെയ്തില്ല. അല്ലെങ്കിൽ ഈ പഴത്തിനോട് ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ്. അപ്പണ്ട് ഞാൻ ചോറ് ഞങ്ങൾക്ക് വെച്ചിട്ടല്ലേ വെക്കുള്ളൂ. അപ്പം ഇന്ന് പൊന്നു ഷെബി കാർത്തുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത അവർക്കായിട്ട് വെക്കും. രാത്രി ആകുമ്പോൾ അവരുണ്ടെങ്കിൽ അവർ കഴിക്കും, അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ ഞങ്ങൾ കഴിക്കും. അങ്ങനെയായിരുന്നു. അപ്പം ചോറ് കഴിക്കും. പക്ഷെ എന്താണെങ്കിലും കുഞ്ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ എൻ്റെ കുഞ്ഞിനാണ് ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പം അതുപോലെ തന്നെ അച്ഛനും ഭയങ്കര ഇഷ്ടമാട്ടോ മാമ്പഴപ്പുളിശ്ശേരി. ഷെബിക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചോറ് ഞാൻ ഇപ്പോൾ സമയം ഇപ്പം എത്ര മണി 10 മണി നേരത്തെ ഞാൻ അരി അടപ്പത്തിട്ട് കേട്ടോ. കുഞ്ഞിന് വേവൂന്ന് അറിയില്ലല്ലേ. എന്നാലും അച്ചു ഫ്രൂട്ട്സിൻ്റെ ആളാണ്. പിന്നെ ഞാനിപ്പോൾ ഡയറ്റിങ് കഴിക്കാൻ എനിക്ക് കുറേശ്ശെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഞാൻ കുറേശ്ശെ മേടിച്ചുകൊണ്ടേക്കുള്ളൂ. ഞാൻ മേടിച്ചുകൊണ്ടേക്കും. കഴുകാനില്ല. മുന്തിരി ഈ ഓട്ടോ കൂടെ ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരിക. ഒരനുസരണയില്ലാത്ത മുന്തിരി. കുറച്ച് ഓറഞ്ച് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുന്തിരിയൊക്കെ ഇനി ഈ ഒരു നെറ്റുള്ള കൊട്ട കാണുന്നുണ്ട്, അതൊന്ന് മേടിക്കണം. അല്ലെങ്കിൽ ഇതിലൊക്കെ ഈ കേറ്റ് തേച്ചിട്ട് അരപ്പൊടിച്ച ഭയങ്കര തേക്കും. അപ്പം അതൊന്ന് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. ഞാൻ അരക്കിലെ നേന്ത്രപ്പഴം മേടിച്ചു. തന്നെ പഴം ഇഷ്ടമാണെന്നുള്ളത് കേട്ടാ. നമ്മളൊരു കാര്യം മനസ്സിൽ വെച്ച് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്നതാണ് സത്യം. ചില കാര്യങ്ങളുണ്ടാവും. ഒരുപാട് ഞങ്ങളുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അതൊന്നും നമുക്ക് നടത്തി തന്നെയില്ലെങ്കിലും ഇങ്ങനെ ചില ആഗ്രഹം. ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ചിന്തിച്ചിട്ട് അയ്യോ എൻ്റെ കുഞ്ഞിനല്ല ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പോൾ ഇന്ന് രാത്രി ഉച്ചയ്ക്കാണെങ്കിൽ ഞങ്ങൾ ആരും മാമ്പഴപ്പുളിശ്ശേരി എടുത്തിട്ട് ഞങ്ങൾ മറന്നു പോയി എടുക്കാൻ. തൃശ്ശൂർ പോകണ തിരക്കില്. അപ്പോൾ ഇന്ന് കുഞ്ഞിനും കൂടി വന്നിട്ട് നമുക്ക് എടുക്കാനായിട്ട് ഓരോരുത്തരും ഓരോ യോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഈ പ്രതീക്ഷിക്കാണ്ട് കുഞ്ഞിൻ്റെ അപ്പോൾ കോയടിച്ച് പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ അതത് സ്ഥാനിൽ വെച്ചു. കറിവേപ്പില ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഇലയൊക്കെ എടുത്തിട്ട് നരിപ്പേലിട്ട് കഴുകിയിട്ട് വെള്ളം മാറാൻ വെക്കൂട്ടാ. അങ്ങനെ അടുപ്പിൻ്റെ പൈപ്പിൻ്റെ ചോട്ടിട്ട് നന്നായി തിരുമ്പിയിട്ട് ഒരു വെള്ളം തുറന്നതിന് ശേഷം നമ്മൾ ഡെപ്പലാക്കി കുഞ്ഞിനോട് വരാൻ പറഞ്ഞേ. എന്നിട്ട് എന്തായാലും എനക്കല്ലാണ്ടിരിക്കണേ. നാനാ ആർക്ക് നിനക്ക കുഞ്ഞിനെ കണ്ടപ്പോ നാണാ പിന്നെ കാണല്ലേ അമ്മയുടെ പാത്രം. കുഞ്ഞന്നില്ലേ കുഞ്ഞാന്നപ്പണ്ട് മിണ്ടാണ്ടിക്കണ. അയ്യോ കൊയ്യോ എന്തപ്പോ നാണോ
ജീവിതത്തിലില്ലാത്ത അയ്യോ എന്നാ കുഞ്ഞ പൊക്ക കുഞ്ഞ പൊക്ക ഒരു കുഴപ്പമില്ല അഗമതിയൊക്കെ കഴിഞ്ഞിടത്ത് ഉറങ്ങുക ആശാത്തി ഉറങ്ങി ചക്കമ്മ ഉറങ്ങി ഞാൻ നാളെ ഇരിക്കതാ ജീവിതത്തിൽ ഷർട്ട് നടക്കുന്ന പക്ഷെ മോളേനെ കണ്ടപ്പോ ഷർട്ട് എടുക്കും കുഞ്ഞാ ആർക്ക് അഞ്ചിന്റെ നൂരിടും ചെറുപ്പക്കാരനാവാനാണോ ഷർട്ട് എടുത്തിട്ടുണ്ട് അത് സീരിയലാണല്ലോ ഞാൻ റിമോട്ടിൽ കാണുന്നത് അതപ്പോ ഇത് അങ്ങനെ പിറ്റേ ദിവസം ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇന്ന് കുണുക്കൻ്റെ ചെണ്ട ക്ലാസ്സിൽ മീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ 9:30 എന്താ പണി എന്നുള്ള പണി തന്നെ ഈസ്റ്റർ നമുക്ക് പ്രത്യേകിച്ചില്ല, നമുക്കറിയാം. നമുക്ക് വിശേഷങ്ങൾ ആഘോഷങ്ങളൊന്നും ഇല്ല, നമുക്കറിയാം. പക്ഷേ ഇന്നലെ 11 മണിയാകുമ്പോൾ കുഞ്ഞെത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ കുണുക്കൻ്റെ ചെണ്ടനാണ് മീറ്റിംഗ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കക്കാട് അമ്പലത്തിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചു. കുഞ്ഞിനെ വെച്ചൊന്നും കഴിച്ചില്ല, അവർ ഇപ്പഴേ ഇരിക്കുന്നത്. ഞങ്ങളവിടെ ഉപ്മാവ് വെച്ചിട്ടാണ് അമ്പലത്തിൽ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഴിച്ചു. പൊന്നു വർക്ക് കഴിഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ സെബിക്കും എന്തെങ്കിലും ഒന്ന് കുഴക്കണ്ടേ, കുഞ്ഞിനോ അച്ഛനൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങൾ 3 കിലോ ചിക്കൻ കഴിച്ചു. കുറച്ച് വർക്കുണ്ട്, കറി വയ്ക്കുന്നുണ്ട്. ഇന്നലത്തെ മീൻ കറി ബാക്കിയിരിക്കുന്നുണ്ട്, മാമ്പഴ പുളിശ്ശേരി ഉണ്ട് അല്ലേ, ഒരു പയറുപ്പേരി, പപ്പടം കരച്ചതൊക്കെ വെച്ചിട്ട് മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം. 2 മാങ്ങ കിട്ടുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് ഉണ്ടാക്കുന്ന അച്ചാറും കൂട്ടിയിട്ട് അവർക്കൊരു ഈസ്റ്റർ നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ വെച്ചിരിക്കുന്നത് പിള്ളേർക്ക്. അതാണ് ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷങ്ങൾ ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്ത ദിവസം. അല്ല പൊന്നൂനാണെങ്കിൽ നാളെ മറക്കുന്നുണ്ട്. അങ്ങനെ പൊന്നു ബിസിയാണ്. ഇന്ന് രാത്രി 1 മണിക്ക് പോയിട്ട് ഇന്ന് രാവിലെ എത്തിയപ്പോൾ മറ്റന്നാൾ നമുക്ക് എന്തൊരു ഷോയുടെ പരിപാടി, TV ഷോ എന്തോ ഒരു ഇതിൽ വിഷുവിൻ്റെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മറ്റന്നാൾ പോകണം. അപ്പോൾ അവൾ മൊത്തത്തിൽ ബിസിയാണ്. അപ്പോൾ ഇനി കുട്ടീനെ വെച്ചിട്ട് അവളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഊണയ്ക്ക് ഇങ്ങോട്ട് പോരെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് നമുക്കെല്ലാം കൂടി വിടുന്ന ഈസ്റ്റർ ഊണയ്ക്കാം അല്ലേ. പൊന്നു എന്തൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മളേ. ഇതാണ് പ്രശ്നം. പിന്നെ എല്ലാവരും കൂടി വിശേഷങ്ങൾ നമുക്ക് കുറേ ആഘോഷങ്ങളോ കാര്യങ്ങളോ അല്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നു, ഭക്ഷണം കഴിക്കണു അല്ലേ. അത്രേ ഉള്ളൂ, അതൊരു സന്തോഷം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മക്കളും നമ്മുടെ കൂടെ എല്ലാവരും കൂടി ഇരിക്കുക, അവരുടെ കൂടെ നിന്ന് ഫുഡ് കഴിക്കുക. ഉള്ള കാലം ഒരുമിച്ച് ഇരിക്കുക, ഫുഡ് കഴിക്കുക, നല്ലപോലെ ജീവിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് വേറൊന്നുമല്ല. നമ്മളിപ്പോൾ ഇത് ആഘോഷങ്ങൾ ആഘോഷിക്കണതല്ല. ചിക്കൻ പിന്നെ കുറേ ദിവസമായി മേടിച്ചിട്ടുണ്ട്. മേടിച്ചിട്ട് വെക്കേഷനൊക്കെ കുണിക്ക് കുറേ ദിവസമായി ചിക്കൻ കറി ദോശയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് അമ്പലത്തിലെ ഫുഡും അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന കുറവായിരുന്നു. അപ്പം എന്തായാലും നല്ല ചിക്കൻ കറിയും ചിക്കൻ വറുത്ത് പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം. അങ്ങനെ ഈസ്റ്ററിൻ്റെ പരിപാടിയാണ്. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും തക്കാളി അരിയുണ്ട്, അപ്പുറത്ത് തന്നെയായിട്ട് പണിയെടുക്കുന്നത്. അങ്ങനെ ഭയങ്കര തിരക്കാണ്. ഞാൻ അമ്പലത്തിൽ പോയി ഇന്ന് ഒരു 11-11 നമ്മളായിട്ട് കുഞ്ഞിനെ വെച്ച് എനിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചായ കൂടി കഴിഞ്ഞില്ല. അപ്പോൾ അച്ഛന് ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചുട്ടു കൊടുക്കാം, വേഗം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വിട്ടാൽ. എന്താ വെച്ചാൽ വിശന്നിട്ട് അവരിയ്ക്കുക. പിന്നെ വേഗം ഭയങ്കര തിരക്കലാണ് ഇവിടെ പരിപാടി. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ഓയിൽ കുറച്ചിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് കൂടി കഴിക്കേണ്ടതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ മസാല പറ്റിയെന്ന് വെച്ചാൽ കുറേ നാളായി ചിക്കൻ മേടിച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഇന്ന് ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ചിലവായിരിക്കും എന്ന് എനിക്കറിയാം കേട്ടോ. അങ്ങനെ നമ്മളിതേ ഞാനും അനിയനും കൂടിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടക്കട്ടെ. ഈസ്റ്ററിൻ്റെ സത്യം പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്ക് വയ്യെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ. എന്നാലും നമ്മൾ അങ്ങനെ ഏകദേശം പണികളൊക്കെ ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ പൊന്നു ഷേപ്പി വന്നു. പക്ഷേ അവിടെ പണിക്ക് ചേച്ചിൻ്റെ അപ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ട് പോയി. ഇനി വന്നിട്ട് കുഞ്ഞിനെ വെച്ച് കുളിക്കണുള്ളൂ. അപ്പോൾ അവർ എന്താ രസം വെച്ചാൽ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ തരി ഉപ്പ വെച്ചതാണ്. പൊന്നു അവിടെ ചപ്പാത്തി മുട്ടക്കറി കഴിച്ചു ഒരു 12 മണിയാകുമ്പോൾ.
ഇവിടെ ഒരു 12:30 ഒരു 12:30 നേരത്ത് ഇവര് ചിക്കൻ കറി ചപ്പാത്തി വെച്ചു. പട്ടിണി ഞാനും രണ്ടാണ് വിശന്നിട്ട് ഇപ്പോൾ ഡയറ്റിങ് കാര്യങ്ങളൊക്കെ. ഞാൻ അവരോട് പറഞ്ഞു വേഗം കുളിക്കാൻ അച്ഛനെ കുളിക്കാൻ കയറ്റിയിട്ടുണ്ട്, ഈ കുഞ്ഞെ കുളിക്കണം. അപ്പം കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. തിരുമ്പി നിർത്തിക്ക് ആകെ 4 രൂപ. ഒരുപാട് ഈസ്റ്ററിൻ്റെ വിഭവമൊന്നും ഇല്ലാട്ട. ചിക്കൻ കറി, ചിക്കൻ വറുത്ത് ഒരു പേര് ഇന്ന് ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇന്നലത്തെ മാമ്പഴപ്പുശ്ശേരി മാങ്ങച്ചാറുണ്ടാക്കി പപ്പടം കത്തിച്ചിട്ടാണ്. ഞാൻ അവിടെ ആകെ തുറച്ചു. ഇപ്പം എല്ലാം കുട്ടികൾക്ക് ആകെ ആവും. പപ്പടം കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്ററിൻ്റെ ഫുഡ് കഴിക്കാൻ അതിലൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട്. ഇലയിൽ ഫുഡ് കഴിക്കാനാണ് ശരിക്കും ഇനിയിപ്പോൾ ഇത് ആഘോഷം. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. എനിക്കിനി ഊണൊക്കെ കഴിഞ്ഞാൽ പൊന്നു ശരിയാകുമ്പോൾ പിന്നെ പാത്രം കഴുകാനൊക്കെ ഇനി വയ്യ. പണ്ടലൊന്നും എനക്കാൻ പറ്റില്ല. കുറേ മണിക്കൂർ നിൽക്കുമ്പോഴേ വയ്യാണ്ടാവുക, തീരെ വയ്യ. അപ്പോൾ ഇതാകുമ്പോൾ ഇല കളഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാത്രം കൊണ്ട് മൂടി വെച്ച് പിന്നെ അടക്കളന്ന് മേശൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ. അതുകൊണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാണ്ട് നമുക്ക് കിട്ടാത്തൊരു ആരോഗ്യമൊക്കെ നമുക്ക് എനർജിയൊക്കെ എവിടുന്നെങ്കിലും കിട്ടും കേട്ടോ. അങ്ങനെ ഒരു മാങ്ങ വീണപ്പോൾ അത് അതിനായിട്ട് മുറിച്ച് വയറിച്ചിട്ടാണ് കാണുന്നത്. അപ്പോഴേക്കും അതിലൊക്കെ മുറിച്ചോടുന്നു. ഞാൻ കഴുകി മേശയും കൊണ്ട് വെച്ചു. എന്നിട്ട് കുണിക്കുന്ന ടി വി ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും പൊന്നു ഷേബി വന്നപ്പോൾ കാർത്ത് കൊടുത്തു. പൊന്നു ഷേബിയും പോയിട്ടാ. അവിടെ ഇവിടെ പഠിക്കും ചേച്ചിട്ട്. അപ്പോൾ അതിന് ചോറും കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പൊന്നോട് വേഗമായോ നീ വന്നിട്ട് ഭക്ഷണം കഴിക്കോളാണ് കേട്ടോ. അപ്പോഴേക്കും പൊന്നു കുഞ്ഞിനെ അച്ഛൻ കുളിച്ച് വരണ്ട. അപ്പം അച്ഛൻ്റെ കൂടെ കഴിഞ്ഞ് കുഞ്ഞും കുളിക്കാൻ പോകട്ടോ. അപ്പോൾ ഞാൻ കുണിക്കൊന്ന് വന്ന് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും അമ്മയെ അതൊക്കെ കൊണ്ടുവയ്ക്കാനും കേട്ടോ. അപ്പോൾ കുണിക്കുമ്പോൾ കുറഞ്ഞ മടിച്ചല്ല, വലിയ മടിച്ചാണ് കേട്ടോ. ടി വിയുടെ മുന്നിൽ നിന്ന് ഏനിച്ചില്ല. പക്ഷെ നമ്മുടെ കുണുക്കുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. കുണുക്കുമ്പോൾ നല്ല കുട്ടി ചില നേരങ്ങളിൽ മാത്രം. പക്ഷെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാൻ ഈ ഫുഡൊക്കെ സെറ്റ് ചെയ്തത് കുണുക്കൻ എൻ്റെ കൂടെ കൊണ്ടുവയ്ക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. കണ്ട ആദ്യം കുറച്ച് മടി കാണിച്ചെങ്കിലും കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവന് ഭയങ്കര എനർജി ആയിട്ട് ഭയങ്കര ഹാപ്പി. ഇനി എന്താണെന്ന് വെച്ചിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല കാര്യമില്ല. എന്താ വെച്ചാൽ നമുക്ക് വയ്യാണ്ടാകുമ്പോൾ അവരുടെ ചെറിയ കാര്യങ്ങളൊക്കെ അവർ പഠിക്കണ്ടേ. അപ്പോൾ വീട്ടിലെ മക്കളോട് ചെറിയ ചെറിയ കാര്യങ്ങൾ അവരോട് ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കട്ടെ. ഞാൻ പണ്ടായാലും പൊന്നിനോടായാലും കുഞ്ഞിനോടായാലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. പക്ഷേ കുണിക്കിൻ്റെ കാര്യത്താണ് പിന്നെ കുറച്ച് വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ. ഇപ്പം അഞ്ഞുവേട്ടൻ കുറേ കാര്യം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യും. പണ്ട് അഞ്ഞുവേട്ടൻ നാട്ടിനകത്താണ്, ഞാൻ മാത്രമല്ല. അപ്പോൾ എൻ്റെ ഹെൽപ്പൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പൊന്നിനോട് എപ്പോഴും എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറയും കേട്ടോ. ഇപ്പം അഞ്ഞുവേട്ടനാണ് കൂടുതൽ കാര്യങ്ങൾ അഞ്ഞുവേട്ടൻ ഇനി ഹെൽപ്പായി ചെയ്ത് തരാനും. അപ്പം എന്നാലും ഇപ്പോൾ ഈ വെക്കേഷനായി പിന്നെ ചെറിയ ചെറിയ പണിയോട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാവം ഞാൻ ഇനി മുമ്പോട്ട് സിനിമ കണ്ടുകൊടുത്താണ് കേട്ടോ. ഇനി ചൂടുള്ള ചോറും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയുള്ളതൊക്കെ അവൻ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തതിനെ കൊണ്ടുവച്ചു. അപ്പോഴേക്കും കാത്ത് ചോറിന് വേണ്ടി ഇരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 1 മിനിറ്റ് അമ്മ അപ്പം വരും, അപ്പം വന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. അവന് ഇഷ്ടമല്ലേ, അവളുടെ അപ്പയുടെ ഇഷ്ടമല്ലേ. അപ്പോൾ അവർ ഒരുമിച്ച് ഊണ് കഴിക്കാം. അപ്പം വരട്ടെ പണ്ടുപണി ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ആണ്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്ത് ഹാപ്പിനെസ്സിലാണ് അവരിയ്ക്കണല്ലേ. എന്താ വെച്ചാൽ കൊടുക്കണോണ്ട് ബുദ്ധിമുട്ടില്ല. എന്നാലും ഷെബീനും കാർത്തും അവർ 3 ഒരുമിച്ച് ഇന്ന് കഴിക്കണം എനിക്ക് ആഗ്രഹമായിട്ട്. ഞാൻ അവർക്ക് 3 ഒരുമിച്ച് ഇല ഇട്ട് കൊടുത്തു. പക്ഷേ കാർത്തൂര് മേമന്മാരുടെ അടുത്തിരിക്കണം. അവർ കുറേ അവളുടെ കാര്യങ്ങളുണ്ടല്ലോ, കുട്ടിയല്ലേ. അങ്ങനെ ഇതേ കൊടുക്ക വന്നിരുന്നു, അച്ഛൻ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇലയിലും പ്ലേറ്റിലാകുമ്പോൾ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇലയാകുമ്പോൾ എല്ലാവർക്കും കൂടി ഒരു മേശയിൽ ഇരിക്കാനുള്ള സ്ഥലമില്ല. ലോട്ടറിയൊക്കെ അടിച്ചിട്ട് വേണം വലിയൊരു വീടും മേശയൊക്കെ മേടിച്ചേക്കാം എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ. ആഗ്രഹങ്ങളല്ലേ, പറഞ്ഞു തീർക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വിളമ്പിയോടെ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഒരുമിച്ച് ഇന്ന് കഴിക്കാം. ഞാൻ പറഞ്ഞു ആദ്യം പൊന്നു നിങ്ങൾ ഇരുന്നോന്നിട്ട് അച്ഛനമ്മ ഇരിക്കുമ്പോൾ വേണ്ട നമ്മൾ ഒരുമിച്ച് കഴിക്കാം. അപ്പം ഞാൻ അച്ഛനമ്മ വിളമ്പിയാലാണ്. എന്നിട്ട് നിങ്ങൾ കഴിച്ചതിന് ശേഷം നിങ്ങൾ വിളമ്പിയാൽ മതി. നിങ്ങൾ കഴിച്ചതിന് ശേഷം വിളമ്പേണ്ട കാര്യമൊക്കെ മേശയും കൊണ്ട് ഞങ്ങൾക്ക് വിളമ്പി കഴിക്കാൻ വേണ്ട കേട്ടോ. അപ്പം ഞാൻ ഈസ്റ്ററിലെ അങ്ങനെ വയറൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കുട്ടികളായിട്ട് പറഞ്ഞു. എന്താ വെച്ചാൽ അതൊരു സന്തോഷമാണ്. നമ്മൾ ഓണത്തിന് വിഷുവിനൊക്കെ ചെയ്യണ പോലെ അവരെ ഇഷ്ടം അതെ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുറുമ്പിക്ക് കൊടുക്കാൻ വെച്ചാൽ കുഞ്ഞു കുറുമ്പി അപ്പുറത്ത് ഇരിക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞു കുറുമ്പിക്ക് രക്ഷയില്ല, മാമിൻ്റെ അടുത്തിരിക്കണോ എന്നുള്ള വാശിയാണ്. അപ്പോൾ അവിടെ ഇരിക്കണം. പിന്നെ ഈ മുറിഞ്ഞ വെളുത്തെ കൈ മുറിഞ്ഞ പൊന്നേച്ചിനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഉടുപ്പ് രണ്ടൊരു വൃത്തിക്ക് ഒരാഴ്ചയായിട്ട് കൈമത്തെ തൊഴിൽ ഫുള്ളാ കൈ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ.
ഏറ്റവും നല്ല കുട്ടീൻ്റെ കഴിക്കുന്നു. ഫുള്ള് കഴിക്കും. എത്ര കണ്ടാലും മതി തീരാത്തൊരു കാര്യമാണെങ്കിൽ നമ്മുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും അവരിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുക, നമ്മളെ അച്ഛനും അമ്മ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അത് നമുക്ക് എത്ര കണ്ടാലും മതി തീരാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ സത്യം അത് ആസ്വദിച്ചിരുന്ന് കാണട്ടെ. ഇരിക്കാനൊന്നും വയ്യ, കാല് വേദന കുറേ നേരം അടക്കളയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ഉപ്പിറ്റ് വേദന കാര്യമാണ്. എന്നാലും ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ കാർത്തുമഴയെന്ന് എന്തൊക്കെയോ നേരത്തിൽ വയലിട്ടിട്ടാണ് ഉപ്പ് വേണ്ടാണ്ട് നീക്കി വെച്ച കഴിഞ്ഞാൽ അടുത്ത് ഉപ്പേരിയാണ്. ഉപ്പേരി മൂപ്പർക്ക് അല്ലെങ്കിൽ ഉപ്പേരി കഴിക്കണ ആളെന്ന് ഉപ്പേരി വേണ്ട അത്ര. പക്ഷെ അതൊക്കെ കണ്ട് സന്തോഷിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവർ പറയണം, അമ്മ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചിട്ട് കഴിക്കാം. അങ്ങനെ അവർ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ഇതുപോലെ ഒരുപാട് വർഷം ഈസ്റ്ററും വിഷുവും ഓണവും ഒക്കെ ഒരുമിച്ച് ഇന്ന് കഴിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ആഗ്രഹിക്കാം. എല്ലാവരും ഒത്ത് ഇങ്ങനെ വിശേഷ ദിവസങ്ങൾ അല്ലാത്തപ്പോൾ കൊണ്ടാൽ ഈ വിശേഷ ദിവസമൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നതിന് ഫുഡ് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം കേട്ടോ. പണ്ട് ഓണത്തിനൊക്കെ ഞാൻ ചോറുണ്ട് കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ ചോറിന് കഴിയുമ്പോൾ എൻ്റെ അമ്മ കൊണ്ടുവരും. അമ്മ കൊണ്ടുവന്നിട്ട് ഞങ്ങളവിടെ എത്തണമെങ്കിൽ അവിടെ ഉള്ള ഒരു ചോറിനായിരുന്നു. അവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചോറിന്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ള കാലഘട്ടം. അതൊക്കെ കഴിഞ്ഞു. ഇനി എന്തായാലും ഈ ഒരു തലമുറ അവർ കൂടപ്പുറപ്പോടായി സ്നേഹിച്ച് സന്തോഷിച്ച് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം. ബായ്.